Many times we feel like we should go somewhere else from our own place. പലപ്പോഴും സ്വന്തം നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി പോകണമെന്ന് നമുക്ക് തോന്നാറുണ്ട്. We may feel why this is happening in my life alone. എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചേക്കാം. When we feel so lowly, വളരെ താണ നിലയിലാണെന്ന് തോന്നിപ്പോവും. that's when Jesus appears. അപ്പോഴാണ് യേശു പ്രത്യക്ഷപ്പെടുക. Do not be concerned about anything that is happening in your life. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്. God is with you. ദൈവം നിന്റെ കൂടെയുണ്ട്. The God of heaven is with you. സ്വർഗീയ പിതാവ് നിന്റെ കൂടെയുണ്ട്. You will never be shaken. നീ ഒരിക്കലും ഇളകുകയില്ല. Today we are going to meditate upon the word that is from Genesis 28:10 to 20 verses. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. എന്നാൽ യാക്കോബ് ബർഷബയിൽ നിന്ന് പുറപ്പെട്ട് ഹരനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ എബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരിക്കുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേര് വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും. What a beautiful story this is, isn't it? എത്ര മനോഹരമായ ഒരു കഥയാണല്ലേ. Jacob saw God. യാക്കോബ് ദൈവത്തെ കണ്ടു. When he was lonely, when he was feeling empty, the Lord appeared before him. അവൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ, സകലവും നഷ്ടപ്പെട്ടിരുന്നപ്പോൾ ദൈവം അവന്റെ മുന്നിൽ ചെന്നു. When we see Jesus, all our problems will vanish. നാം യേശുവിനെ കാണുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അദൃശ്യമാകും. We will have perfect peace. നമുക്ക് തികഞ്ഞ സമാധാനമുണ്ടാകും. Jesus is all we need in our lives. യേശുവിനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. The Lord appeared to Jacob. ദൈവം യാക്കോബിന് പ്രത്യക്ഷനായി. Jacob had a long journey. He was going to Haran, the place of his grandparents. യാക്കോബ് ഒരു നീണ്ട യാത്രയിലായിരുന്നു. ആരാമിൽ മുത്തശ്ശന്റെ വീട്ടിലേക്കാണ് പോയിരുന്നത്. He deceived his own brother Esau and he left his own place. സ്വന്തം സഹോദരനായ ഏശാവിനെ വഞ്ചിച്ചതുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. He left his father and mother. അവൻ അപ്പനെയും അമ്മയെയും വിട്ടുപോയി. He left his brother. സഹോദരനെ വിട്ടിട്ട് പോയി. And he was going to a place of nowhere. ഒരു പരിചയവുമില്ലാത്ത സ്ഥലത്തേക്കാണ് അവൻ പോയത്. He did not know where he was going. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. He was going to the people he did not know. തനിക്കറിയാത്ത ആളുകളെയാണ് അവൻ കാണാൻ പോകുന്നത്. He had a long way to go. അവനൊരു നീണ്ട യാത്ര പോകേണ്ടതുണ്ട്. But then there the Lord met him. എന്നാൽ വഴിയിൽ വെച്ച് ദൈവം അവനെ കണ്ടു. Yes, many times we feel that we have nobody to encourage us. പലപ്പോഴും ഉത്സാഹിപ്പിക്കാൻ ആരുമില്ലെന്ന് നാം വിചാരിക്കാറുണ്ട്. Many times we feel the places we are living as a strange place. പലപ്പോഴും നാം വസിക്കുന്ന സ്ഥലം വിചിത്രമായി തോന്നാറുമുണ്ട്. When we feel so lowly,
വളരെ താണ നിലയിലാണെന്ന് തോന്നിപ്പോവും. That's when Jesus appears. അപ്പോഴാണ് യേശു പ്രത്യക്ഷപ്പെടുക. Just to say to us, I am God and I am here with you. ഞാൻ ദൈവമാണ്, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയും. And secondly, Jacob had a heart of heaviness. കൂടാതെ യാക്കോബിന്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായിരുന്നു. His own consciousness pricked him. അവന്റെ മനസാക്ഷി അവനെ കുത്തി. He felt what he had done earlier to his own brother. സ്വന്തം സഹോദരനോട് അവൻ ചെയ്ത ചതി അവൻ ഓർത്തു. He deceived his brother. അവൻ സഹോദരനെ വഞ്ചിച്ചു. He deceived his father. അവൻ അപ്പനെ വഞ്ചിച്ചു. He took the birthright of his brother and he took the blessings of his brother. അവൻ സഹോദരന്റെ അവകാശത്തെ കരസ്ഥമാക്കി, സഹോദരന്റെ അനുഗ്രഹത്തെയും കൈവശമാക്കി. His heart was so heavy. അവന്റെ ഹൃദയത്തിൽ വളരെ ഭാരമുണ്ടായിരുന്നു. And his consciousness pricked him. അവന്റെ മനസാക്ഷി അവനെ കുത്തി. And thirdly, Jacob was fleeing for life. ഒടുവിൽ യാക്കോബ് ജീവന് വേണ്ടി ഓടിപ്പോയി. As Esau was threatening Jacob to kill him. ഏശാവ് യാക്കോബിനെ കണ്ടാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. Jacob was running away from his brother. യാക്കോബ് സഹോദരനിൽ നിന്ന് ഓടിപ്പോയി. Many times we feel like we should go somewhere else from our own place. പലപ്പോഴും സ്വന്തം നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണമെന്ന് നമുക്ക് തോന്നാറുണ്ട്. Because of the difficulties we are facing in life. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടപ്പാടുകളാണ് അതിന് കാരണം. They may feel, why this is happening in my life alone? എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചേക്കാം. Yes, Jacob was running away from his family. യാക്കോബ് തന്റെ കുടുംബത്തിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോയി. And fourthly, he felt emptiness in his heart. പിന്നീട് അവന്റെ ഹൃദയത്തിൽ ശൂന്യത അനുഭവപ്പെട്ടു. As we see in Genesis 32:10, Jacob said like this. ഉൽപ്പത്തി 32:10 യാക്കോബ് ഇങ്ങനെ പറയുന്നത് കാണാം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. When Jacob was feeling these kind of problems in himself, the Lord appeared before him. യാക്കോബ് പല പ്രശ്നങ്ങളാൽ മാനസികമായി തളർന്നപ്പോൾ യഹോവ അവന് മുന്നിൽ പ്രത്യക്ഷനായി. Jacob saw only a dream. യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. But then the Lord made him remember all the dreams. പക്ഷേ കണ്ട സ്വപ്നം മുഴുവനും യഹോവ അവനെ ഓർമ്മിപ്പിച്ചു. As soon as he woke up, he realized God was in that place. അവൻ ഉണർന്നപ്പോൾ ദൈവം അവിടെ ഉണ്ടായിരുന്നു എന്നവന് മനസ്സിലായി. Many times we forget about our dreams, isn't it? പലപ്പോഴും കണ്ട സ്വപ്നം നാം മറക്കാറുണ്ടല്ലേ. But then God made him remember that dream. പക്ഷേ ദൈവം അവനെ സ്വപ്നത്തെ ഓർമ്മിപ്പിച്ചു. The dream was so fresh in his mind. അവന്റെ മനസ്സിൽ അത് ഫ്രഷ് ആയിരുന്നു. And he felt the presence of God. അവന് ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടു. The dream was so real. സ്വപ്നം റിയൽ ആയിരുന്നു. The dream was so extraordinary. അത് അസാധാരണമായിരുന്നു. And he felt God so close. ദൈവത്തെ അവൻ അരികിൽ കണ്ടതുപോലെ തോന്നി. And in Genesis 28:17, Jacob said, ഉൽപ്പത്തി 28:17 യാക്കോബ് പറഞ്ഞു, അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. He said, this is the gate of heaven. ഇത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. Through this dream, the Lord made him come to him so close. ആ സ്വപ്നത്തിലൂടെ അവനെ ദൈവം തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. It was like God saying to him, I am here with you. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നത് പോലെയായിരുന്നു അത്. I am on your side. ഞാൻ നിന്റെ വശത്തുണ്ട്. I am your defender. ഞാൻ നിന്റെ രക്ഷകനാണ്. I am at your right ഞാൻ hand. നിന്റെ വലത്തുഭാഗത്തുണ്ട്. And you will never be നീ shaken. ഒരിക്കലും കുലുങ്ങുകയില്ല.
Even today, the Lord is saying the same to you, dear friends. ഇന്ന് ദൈവം നിങ്ങളോടും ഇത് തന്നെയാണ് പറയുന്നത്, പ്രിയപ്പെട്ടവരെ. Do not be concerned about anything that is happening in your life. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്. God is with you. ദൈവം നിന്റെ കൂടെയുണ്ട്. The God of heaven is with you. സ്വർഗീയ പിതാവ് നിന്റെ കൂടെയുണ്ട്. He is by your side. ദൈവം നിന്റെ വശത്തുണ്ട്. You will never be moved. നീ ഒരിക്കലും കുലുങ്ങുകയില്ല. You will never be shaken. നീ ഒരിക്കലും ഇളകുകയില്ല. No man can hurt you. ഒരു മനുഷ്യനും നിന്നെ വേദനിപ്പിക്കാനാവില്ല. No devil can come near you. ഒരു സാത്താനും നിന്റെ അടുത്തേക്ക് വരാനാവില്ല. God's presence is with you. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്. Jacob felt the presence of God. യാക്കോബിന് ദൈവ സാന്നിധ്യം അനുഭവപ്പെട്ടു. And all his loneliness, all his anxiousness left him at that moment. അവന്റെ എല്ലാ ഏകാന്തതയും എല്ലാ ഉത്കണ്ഠയും ആ നിമിഷം അവനിൽ നിന്ന് മാറി. God connected Jacob with himself. ദൈവം യാക്കോബിനെ തന്റെ കൂടെ ബന്ധപ്പെടുത്തി. Abraham saw God. അബ്രഹാം ദൈവത്തെ കണ്ടു. Isaac saw God. ഇസാക്ക് ദൈവത്തെ കണ്ടു. They revered God. അവർ ദൈവത്തോട് സംസാരിച്ചു. Jacob said, "My father fears God." യാക്കോബ് പറഞ്ഞു, എന്റെ പിതാവ് ദൈവശബ്ദം കേൾക്കുന്നു. He is the fear of Isaac, he said. ഇസാക്കിന്റെ ഭയമാകുമെന്ന് പറഞ്ഞു. Maybe Jacob did not have that fear when he was with his mother. യാക്കോബ് മാതാവിന്റെ കൂടെയുണ്ടായിരുന്നപ്പോൾ ഭയം തോന്നിയിട്ടുണ്ടാവില്ല. He wanted to live only in his house. അവന് തന്റെ വീട്ടിൽ താമസിക്കാനായിരുന്നു ഇഷ്ടം. He never traveled anywhere. അവൻ ഒരിടത്തും പോയിട്ടില്ല. He was not a hunter. അവൻ നായാട്ടുകാരനല്ല. He always wanted to live with his parents. അവൻ എപ്പോഴും മാതാപിതാക്കളോടൊത്തിരിക്കാൻ ആഗ്രഹിച്ചു. He depended totally on his parents. അവൻ മുഴുവനായി മാതാപിതാക്കളെ ആശ്രയിച്ചു. But then God pulled him out of all those things. പക്ഷേ ദൈവം അവനെ അവരിൽ നിന്നെല്ലാം പുറത്തേക്ക് വലിച്ചു. God wanted him to depend only on God. ദൈവം അവൻ തന്നിൽ മാത്രം ആശ്രയിക്കാൻ ആഗ്രഹിച്ചു. God wanted Jacob to have the fear of God. ദൈവഭയം അവനുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിച്ചു. That's why Jacob said, "This is the gate of heaven." അതുകൊണ്ടാണ് ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് യാക്കോബ് പറഞ്ഞത്. Gate is nothing else but Jesus Christ himself. വാതിൽ മറ്റാരുമല്ല, ഇത് യേശുക്രിസ്തു തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. Give a good clap to Jesus. യേശുവിനെ കൈതട്ടി സ്തുതിക്കൂ. Hallelujah.